ജിജീഷ്, എന്താണ് കൊച്ചിയിൽ നിന്ന് ഇന്ന് മൂന്നാർ സംബന്ധിച്ച കേസുകൾ വരുന്നുണ്ട്, മറ്റൊക്കെ വാർത്തകളാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടല്ലോ. ഓൺലൈൻ തട്ടിപ്പുമായി കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന അതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ ജിജീഷ്. ഈ വരും മണിക്കൂറുകളിൽ നമുക്ക് വിശദാംശങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? എന്തായാലും മഴ മാറി നിൽക്കുന്നു അല്ലേ? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയോടുകൂടിയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. അതൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആലുവയിൽ അതിന്റെ തുടർ ഫോളോ അപ്പുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മരിച്ച വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. 70 വയസ്സുള്ള ഒരാളായിരുന്നു കൊല്ലപ്പെട്ടത്. 62 വയസ്സുള്ള ശ്രീകുമാർ ആലുവ പറവൂർ കവലയിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് കൊച്ചിയെ കേന്ദ്രീകരിച്ച് വലിയ ലഹരി കേന്ദ്രമായി മാറുന്ന സാഹചര്യത്തിൽ ലഹരിയെ തുടർന്നുള്ള ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം തുടർക്കഥയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുതയായി അവിടെ നിൽക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തട്ടിപ്പ് കൊച്ചി കേന്ദ്രമാക്കി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വലിയ തോതിലുള്ള ഓൺലൈൻ തട്ടിപ്പ്. ഇന്നലെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനം വിളിച്ച് തന്നെ അതിനൊരു ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് തുടർച്ചയായി നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വാർത്തകൾ, പ്രത്യേകിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലയിലായ ആളുകൾ, അവരെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങളെല്ലാം കൊച്ചി സിറ്റി പോലീസിന് ഇന്ന് പുറത്തുവിടാൻ കഴിയുമെന്ന ഒരു ഇത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് വരാൻ. തുടർന്നുള്ള മണിക്കൂറുകളിൽ 9:30 പ്രത്യേക പരിപാടിക്ക് ശേഷം 10 ഹാപ്പനിങ് അവേഴ്സ് തുടങ്ങുന്നതോടുകൂടി ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാവുമെന്ന് കരുതുന്നു.